ഇന്ന് നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളും സ്കൂളിലേക്ക് പോയല്ലേ. സത്യത്തിൽ ഓരോ തവണ സ്കൂൾ തുറക്കുമ്പോഴും നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവുകയാണല്ലേ. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും തലേ ദിവസം നല്ല തിരക്കായിരിക്കുമല്ലേ. വീട്ടിലിതാ ബുക്ക് പൊതിയുന്നുണ്ട്, ശ്യാമേട്ടൻ പൊതിയുന്നുണ്ട്, കണ്ണൻ ഇതാ നെയിംസിൽ ഒട്ടിച്ച് പേരെഴുതി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്കൊരു 8ൻ്റെ പണി കിട്ടി. യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ടൈലർ ഞങ്ങളോട് ഒരു കൊടും ചതി ചെയ്തു. തലേന്ന് രാത്രി ആ യൂണിഫോം ആറിട്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മളെ ഈ തിരക്കിനിടയിൽ റോബോട്ട് മോപ്പ് അതിൻ്റെ പണി വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നെ എല്ലാ അമ്മമാർക്കും വലിയൊരു ടാസ്ക്കാണ് കുട്ടികളെ വിളിച്ചുണർത്തുക എന്നുള്ളത്. ഞാനിതാ റാമിനെ വിളിച്ച് റാം ഒന്നുകൂടെ ബ്ലാങ്കറ്റ് തലയോട് മൂടി കിടക്കുകയാണ്. വാവനെ വിളിച്ച് വാവ പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ എഴുന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ചോറും കറിയും എല്ലാ പണിയും തീർത്തിട്ടുണ്ട്. ഇതാ വാവ ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാമ്മ ഇപ്പോൾ എഴുന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വാവ ഇപ്പോൾ എഴുന്നേക്കും. വാവ പൂള് നോക്കി ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ദോശ കഴിക്കുന്നുണ്ട്. ഞാൻ കുട്ടികളെ ടിഫിനിൽ ചോറും കറിയൊക്കെ ആക്കി വെക്കുന്നതാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങളും കൂടെ പോവുകയാണ്. മക്കൾ തൊഴുത് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ സ്കൂളിലേക്ക്. അപ്പോൾ സ്കൂളിലെത്തി കഴിയുമ്പോൾ നമ്മളവിടെ കാണുന്നത് ചെണ്ടമേളവും നല്ല രസമായിരുന്നു. സ്കൂളിലതാ ചെണ്ടമേളം, ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു സങ്കടവും സന്തോഷമൊക്കെ ഉണ്ടല്ലോ. കുറേ ദിവസം കുട്ടികൾ വീട്ടിൽ നിന്നിട്ട് പിന്നെ പോവുകയാണല്ലോ. സ്കൂളിൽ ഇന്ന് ഗണപതി ഹോമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ കഴിച്ച് മക്കളെ സ്കൂളിലാക്കി ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വന്നപ്പോൾ അതിലേറെ വിഷമം. കിളികൾ ഒഴിഞ്ഞ കൂടുപോലെയായി വീട്. സോഫയും കുഷ്യനും ഒക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു വിഷമമായിരുന്നു മക്കൾ വരുന്നത്. മക്കൾ 3 മണിക്ക് വീട്ടിലേക്ക് എത്തി. അവർ വന്നപ്പോഴാണ് പിന്നെ വീടൊന്ന് ഉണർന്നത്. അപ്പോൾ അതാ കുട്ടികൾ കയറി വരുന്നുണ്ട്. അപ്പം ഷോൾഡർ വേദന ഉണ്ടെന്നൊക്കെയാണ് വാവ പറഞ്ഞുകൊണ്ട് വരുന്നത്. റാമു വന്ന ഉടനെ തന്നെ ചോദിച്ചത് ഫിഷിന് ഫുഡ് കൊടുത്തിട്ടുണ്ടോയെന്ന്. സത്യത്തിൽ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ മക്കളാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അവരില്ലാത്തതുകൊണ്ട് ഇന്ന് ഫിഷിന് ഫുഡ് കൊടുത്തില്ലെന്ന്. അവരത് ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് തന്നെ കടന്നുപോയി. അപ്പോൾ മക്കൾക്കും ഭയങ്കര ത്രില്ലായിരുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ എല്ലാ മക്കൾക്കും ദൈവം സർവ്വവിധ വിദ്യകളും നൽകി അനുഗ്രഹിക്കട്ടെ.